ഹായ്, ഈ ഒരു പെയിന്റിങ് ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമുക്കൊന്ന് കണ്ടാലോ? ഇതൊരു മിനി ക്യാൻവാസ് പെയിന്റിംഗ് ആണ് കേട്ടോ. 20 രൂപയാണ് ഈ ഒരു ക്യാൻവാസ് ബോർഡിന്റെ വില. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ബേസ് കളേഴ്സ് ആണ്, ബേസ് അക്രിലിക് കളേഴ്സ് ആണ്, അതായത് ഗ്രീൻ, യെല്ലോ, പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റും. പിന്നെ വേണ്ടത് 2 ബ്രഷസ് ആണ്. ഒരു സീറോന്റെ ഒരു ബ്രഷും പോയിന്റ് ബ്രഷും, പിന്നെ 12ന്റെ ഒരു ബ്രഷാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ ലോങ് ലൈൻസ് ആക്കിയിട്ട് ഈ കളേഴ്സിനെ വരയ്ക്കണം. അതായത് ആദ്യം ഗ്രീൻ വരയ്ക്കണം, പിന്നെ അതിന് താഴെ യെല്ലോ, അതിന് താഴെ വൈറ്റ്, ഇങ്ങനെ ഈ 3 കളേഴ്സാണ് ഇത് കംപ്ലീറ്റ്ലി ബ്ലെൻഡ് ചെയ്യേണ്ട കളേഴ്സ്. അപ്പോൾ അതിനിങ്ങനെ ലൈനായിട്ട് വരച്ചിട്ട് പിന്നെ ഓവറോൾ എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡിങ് ആണ് കേട്ടോ ചെയ്യുന്നത്. എനിക്കിതിനെ കുറിച്ചിട്ട് അങ്ങനെ കാര്യമായി നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ വരയ്ക്കണം എന്നൊന്നും പറഞ്ഞു തരാൻ മാത്രമുള്ള നോളജ് എനിക്കില്ല. എന്നാലും എനിക്ക് ഇവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യിക്കാൻ എനിക്കിഷ്ടമാണ്. ചെറുതായിട്ട് വരയ്ക്കുക എന്നതിലുപരി എനിക്ക് കാര്യമായ കളർ പാലറ്റ് മിക്സിങ്ങോ കാര്യങ്ങളോ എനിക്കറിയില്ല. അപ്പോൾ അറിയാവുന്ന രീതിയിൽ ഞാൻ ഇവരെ കൊണ്ടൊക്കെ എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്. അപ്പോൾ ഇങ്ങനെ എല്ലാ കളേഴ്സും തമ്മിലിങ്ങനെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും വൈറ്റിൻ്റെ ഒരു നല്ലൊരു സ്ട്രോക്ക് കൂടി കൊടുക്കണം കേട്ടോ. ഒരു ലൈനും കൂടി വരച്ചിട്ട് നന്നായിട്ട് ചെയ്യണം. ഇനി അടുത്തത് ഒരു സ്റ്റാർ, ഒരു ഗ്ലോസി എഫക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ടൂത്ത് ബ്രഷ് ആണ്. ടൂത്ത് ബ്രഷ് വൈറ്റ് കളറിലും പിന്നെ ഒരു ഡ്രോപ്പ് വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് അതിൽ ആക്കിയിട്ടാണ് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ആ ഒരു എഫക്റ്റിലേക്ക് നമ്മൾ എത്തിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് ഒരു ചന്ദ്രനെ വരയ്ക്കണം. അപ്പോൾ അതിന് ആകെ വൈറ്റും യെല്ലോയും തമ്മിൽ മിക്സ് ചെയ്തിട്ട് അതിനൊരു പൊസിഷൻ നോക്കി റൗണ്ടിലൊന്ന് കൊടുത്തു. ഇനി അടുത്തതാണ് ബ്ലാക്ക്. ആ ബ്ലാക്ക് എടുത്തിട്ട് ഞാൻ അതിന് ഇവൾക്കൊരു ലൈൻ വരച്ചിട്ട് കൊടുത്തു. അതിന് താഴെ അത് ഫില്ല് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ അതിലൊരു 3 മരങ്ങളും, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 സിമ്പിളായിട്ടുള്ള തിൻ ലൈൻസ് ആണ് വേണ്ടത്. അപ്പോൾ 3 ലൈൻസ് വരച്ചിട്ട് അതിൽ ആ ചെറിയ പോയിന്റ് ബ്രഷ് തന്നെ വെച്ചിട്ട് 2 സൈഡിൽ ഇങ്ങനെ കുത്തിട്ട് മാത്രം കൊടുത്താൽ മതി. അതപ്പോൾ ഓൾമോസ്റ്റ് ഫില്ല് ചെയ്ത് വരുമ്പോഴത്തേനും ഒരു മരത്തിൻ്റെ ഒക്കെ ഒരു ലുക്കിലേക്ക് വന്നോളൂ കേട്ടോ. അപ്പോൾ അത് അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാൻവാസ് പെയിൻറ്റിങ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്.